കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ സോയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. അതിൻ്റെ എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 5th ചാപ്റ്ററായ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാവ് യു ട്രൈഡ് മേക്കിംഗ് ഐസ് ഫ്രം വാട്ടർ? നിങ്ങൾ വാട്ടറിൽ നിന്ന് ഐസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. എല്ലാ കൂട്ടുകാരും ശ്രമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹാവ് യു സീൻ സ്റ്റീം കമ്മിങ് ഔട്ട് ഫ്രം ദ ഹോട്ട് വാട്ടർ? ഹോട്ട് വാട്ടറിൽ നിന്ന് സ്റ്റീം വരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡസ് വാട്ടർ ഹാവ് എ ഫിക്സഡ് ഷേപ്പ്? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാട്ടറിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പോ ഒരു സർക്കിളിൻ്റെ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് നിങ്ങൾ വാട്ടറിൻ്റെ കണ്ടിട്ടുണ്ടോ? വാട്ട് ഹാപ്പൻസ് ടു വെറ്റ് ക്ലോത്ത്സ് വെൻ ദേ ആർ ലെഫ്റ്റ് ഔട്ട് ഓഫ് ഇൻ ദ സൺ? നിങ്ങളൊരു നനഞ്ഞ തുണി വെയിലത്ത് ഉണക്കാനിടുന്നത് അത് ഉണരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുണി ഉണങ്ങുന്നു അല്ലേ? അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം സോളിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. തിങ്സ് അറൗണ്ട് us exist in 3 forms or states. The 3 states are സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. നമ്മൾ ഈ ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തത് സോളിഡ്, രണ്ടാമത്തത് ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസ്. ഈ സോളിഡിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഖരം എന്ന് പറയും, ലിക്വിഡ് ദ്രാവകമെന്ന് പറയും, ഗ്യാസ് വാതകമെന്നും പറയും. ഇനി ഈ സോളിഡിനെ പറ്റി നമ്മൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. സോളിഡ് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ആൻഡ് സൈസ്. They do not flow from one place to another. Tables, chairs and coins are solids. ശ്രദ്ധിക്കുക, ഇതെല്ലാം പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡിന് ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സൈസും ഉണ്ട്. ദേ ഡു നോട്ട് ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് ഒരു സ്ഥലത്തുനിന്ന് ഒഴുകി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല. ഉദാഹരണത്തിന് ടേബിള്, ചെയർ, കോയിൻസ്. നോക്കൂ, നമ്മൾ ടേബിൾ നോക്കുകയാണെങ്കിൽ ടേബിൾ തനിയേ തന്നെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ടേബിൾ നമ്മൾ എടുത്തുകൊണ്ട് വെച്ചാലല്ലേ ടേബിൾ വരുള്ളൂ. അതേപോലെ ചെയർസ്, അതേപോലെ കോയിന്, അത് എവിടെയാണോ വയ്ക്കുന്നത് അവിടെ തന്നെയാണ് അവ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് എന്തുണ്ടായിരിക്കും? ഫിക്സഡ് ആയിട്ട് ഷേപ്പും സൈസും ഉണ്ടായിരിക്കും. സോളിഡ്സ് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആൻഡ് സൈസ്. അത് കുട്ടികൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ദേ ഡു നോട്ട് ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതൊരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ എക്സാമ്പിൾസ് എന്ത് വേണമെങ്കിലും എഴുതാം. ചെയർ, ടേബിള്, കോയിന്. ഇതല്ലാതെ തന്നെ നിങ്ങളുടെ മാച്ച് ബോക്സ്, നിങ്ങളുടെ എന്താ പറയണ നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിൽ, പെൻ, ബുക്സ്, പിന്നെന്താ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ബ്ലാക്ക് ബോർഡ്, ഇതെല്ലാം സോളിഡ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സോളിഡിനെ പറ്റി ഇനി പറയണ്ടല്ലോ. സോളിഡ് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് ആൻഡ് size. They do not flow from one place to another. Then next liquids. ഇനി നമുക്ക് ലിക്വിഡിനെ പറ്റി നോക്കാം. ലിക്വിഡിന് സോളിഡുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്, നന്നായിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്. ലിക്വിഡിന് ഒരു ഫിക്സഡ് ഷേപ്പും ഇല്ല. ദേ ഫ്ലോ ഈസിലി ആൻഡ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ദേ ആർ സ്റ്റോർഡ് ഇൻ. അതായത് ലിക്വിഡിന് അത് എടുക്കുന്ന ആ കണ്ടെയ്നറിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ഷേപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവകം. അപ്പം വാട്ടർ ഒരു ദ്രാവകമല്ലേ, ലിക്വിഡല്ലേ? എണ്ണ ലിക്വിഡല്ലേ? ഓയിൽ, പിന്നെ മിൽക്ക് ലിക്വിഡല്ലേ? അപ്പോൾ ഇതെല്ലാം എടുക്കുന്നത് നമ്മൾ ഏതൊരു പാത്രത്തിലാണോ, ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പായിരിക്കും അല്ലേ? പിന്നെ എന്താണ്? ഒരു കലത്തിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്, ആ കലത്തിൻ്റെ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഏതൊരു വസ്തുവിലാണോ എടുക്കുന്നത് ആ വസ്തുവിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഷേപ്പും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫിക്സഡ് ഷേപ്പ് ഇല്ല. ലിക്വിഡ്സ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്. ദേ ഫ്ലോ
easily and take the shape of the container they are stored in. അത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും. ഇത്ര പോയിൻ്റേ ഉള്ളൂ. കൂടുതലായിട്ട് നമുക്കിത് വലിയ വലിയ ക്ലാസ്സുകളാകുമ്പോൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ലിക്വിഡ്സിന് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്, ദേ ഫ്ലോ ഈസിലി ആൻഡ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ദേ ആർ സ്റ്റോർഡ് ഇൻ. അത് വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അതേ ഷേപ്പ് തന്നെയായിരിക്കും അത് ലിക്വിഡ്. അതുപോലെ തന്നെ ദേ ഫ്ലോ, അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകി പോകും. നദികളിലെ വെള്ളം കണ്ടിട്ടില്ലേ? അല്ലാതെ നമ്മൾ പാത്രത്തിലെടുക്കുന്ന വെള്ളവും എന്താണ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? ലിക്വിഡ്സ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്, ദേ ഫ്ലോ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ദേ ഹാവ് നോ the shape of the, it depends on the shape of the container, it depends on the shape of the container. 3 പോയിൻറ്റ്സ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. സിമ്പിൾ പോയിൻറ്റ്സ് ആണ്. ദെൻ അനദർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈസ് ഗ്യാസ്. മറ്റൊരു അവസ്ഥയാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വസ്തുക്കൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ബലൂൺ. ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ബലൂൺ. എന്താണ്? ബലൂണിൽ നമ്മൾ കാറ്റ് ബലൂൺ ഇങ്ങനെ പെരുകിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഈ ബലൂൺ ഇങ്ങനെ പറന്ന് പോകുന്നത്? അതിനുള്ളിൽ എന്താണ്? ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് അതൊരിക്കലും നമുക്ക് വിസിബിൾ അല്ല. ഇപ്പോൾ വാട്ടറിനെയും സോളിനെയൊക്കെ നമുക്ക് കാണാം, എപ്പോഴും കാണാം. എന്നാൽ ഗ്യാസിന് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. ഡസ് ദ എയർ ഹാവ് എനി ഷേപ്പ് ഓർ സൈസ്? ഷേപ്പ് ഉണ്ടോ? സൈസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല അല്ലേ. എയർ, വാട്ടർ വേപ്പർ ആൻഡ് സ്റ്റീം ആർ ഗ്യാസസ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ വാട്ടർ വേപ്പറിനെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ വേപ്പറിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. മനസ്സിലായിട്ടില്ല? ചെറിയ രീതിയിൽ. എയർ, വാട്ടർ വേപ്പർ ആൻഡ് സ്റ്റീം ആർ ഗ്യാസസ്. ഇതെല്ലാം എന്താണ്? ഗ്യാസസ് ആണ്. അപ്പോൾ ഗ്യാസസിന് എക്സാമ്പിൾ ചോദിച്ചാൽ എയർ, വാട്ടർ വേപ്പർ ആൻഡ് സ്റ്റീം എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഗ്യാസസ് ഹാവ് നോ ഫിക്സഡ് സൈസ് ആൻഡ് നോ ഫിക്സഡ് ഷേപ്പ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിപരീതമായി നമുക്ക് എന്തെഴുതാം? സോളിഡിനുമായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഗ്യാസ്. ഗ്യാസസ് ഹാവ് നോ ഫിക്സഡ് സൈസ് ആൻഡ് നോ ഫിക്സഡ് ഷേപ്പ്. സൈസുമില്ല, ഷേപ്പുമില്ല. നമ്മൾ ലിക്വിഡ് എടുത്തപ്പോൾ എന്താണ്? അത് കണ്ടെയ്നറിന് ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ലിക്വിഡ് ഏത് പാത്രത്തിൽ എടുക്കുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡിനെന്ന് പറഞ്ഞു. സോളിഡിന് കറക്റ്റ് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഗ്യാസിന് ഫിക്സഡ് ഷേപ്പോ സൈസോ ഇല്ല. ദേ ക്യാൻ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻസ് ആൻഡ് ഫിൽ അപ്പ് അറ്റ് ഓൾ ദ അവൈലബിൾ സ്പേസ്. അതെന്താണ്? എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യും. അത് ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും അങ്ങനെയൊന്നുമില്ല. ഓൾ ദ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും ഗ്യാസ് മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? എയർ ഈസ് ഓൾ അറൗണ്ട് അസ്. നമുക്ക് ബലൂണിൽ എടുക്കുന്ന എയർ ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ എന്താണ്? ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിൽ നിറഞ്ഞ് വരുന്നത് എന്താണ്? ഗ്യാസ് ആണ് അല്ലേ. വി കനോട്ട് സീ എയർ ബട്ട് വി ഫീൽ ഇറ്റ് ആൻഡ് വെൻ ഇറ്റ് ബ്ലോസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് എയറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും കാണാനായിട്ട് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സ്റ്റീമിനെ നമുക്ക് ചെറിയ രീതിയിൽ കാണാൻ കഴിയും. അത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായത് കൊണ്ടാണ് അവിടെ നമുക്ക് സ്റ്റീമിനെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ എയറിനെ നമുക്കൊരിക്കലും കാണാനായിട്ട് കഴിയില്ല, പക്ഷേ അത് ഫീൽ ചെയ്യും അല്ലേ. ഫാൻ ഇടുമ്പോൾ കാറ്റ് ആ എയർ മൂവ് ചെയ്യണതാണ്. മൂവ് ചെയ്ത് നമ്മുടെ ബോഡി ടച്ച് ചെയ്യുമ്പോൾ നമുക്കെന്ത്? അത് ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ബ്ലോയിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ബ്ലോയിങ് എയർ? ആ എയർ മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വിൻഡ്. മനസ്സിലായില്ലേ? വാട്ട് ഈസ് വിൻഡ്? ബ്ലോയിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. എയർ ഈസ് എ മിക്സർ ഓഫ് മെനി ഗ്യാസസ് സച്ച് ആസ് ഓക്സിജൻ. Oxygen is needed by living things to live. We take in oxygen and we breathe air. The difference between solid, liquid and gas are given in the table. ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്യാസിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സർ ഈ എയറിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് പൊടിപടലങ്ങളും ഡസ്റ്റ് പാർട്ടിക്കിൾസും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ്. അതായത് ഓക്സിജൻ, ഗ്യാസസ്. ഓക്സിജൻ ഒരു ഗ്യാസാണ്. നൈട്രജൻ, പിന്നെ ആർഗൺ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്യാസാണ് ഓക്സിജൻ. നമുക്കത് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്സിജൻ എന്ന് വെച്ചാൽ നീഡഡ് ടു ലിവിങ് തിങ്സ് ടു ലൈവ്. ലിവിങ് തിങ്സിന്, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും
പ്ലാന്റ്സിനായാലും ആനിമൽസിനായാലും ഓക്സിജൻ കൂടിയേ തരൂ. ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസാണ്. അത് ഓക്സിജൻ ഇവിടെ നിൽക്കുന്നു എന്നൊന്നും നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട് കഴിയില്ല. അത് നമുക്ക് ഇൻവിസിബിളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? വി ടേക്ക് ഇൻ ഓക്സിജൻ വെൻ വി ബ്രീത്ത് എയർ. നമ്മൾ എയർ ഇങ്ങനെ മൊത്തത്തിൽ ഓക്സിജൻ മാത്രമാണോ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അല്ല. എയറിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രീത്ത് ചെയ്യുന്നു, വലിച്ചെടുത്തിട്ട് അതിൽ ആരെ മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ? ഓക്സിജനെ മാത്രം. ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസിനെ മാത്രം നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി എല്ലാ മറ്റു ഗ്യാസുകളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തള്ളുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ് ആൻഡ് സൈസ്. ദേ ക്യാൻ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻസ്. മനസ്സിലായല്ലോ? ദേ ക്യാൻ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻ. 2 മെയിൻ പോയിൻറ്റ്സ് ആണ്. ഗ്യാസസ് ഹാവ് നോ ഫിക്സഡ് സൈസ് ആൻഡ് ഷേപ്പ്. ദേ ക്യാൻ ഫ്ലോ ഇൻ ഓൾ ഡയറക്ഷൻസ്. ആൻഡ് നെക്സ്റ്റ്, ബ്ലോയിങ് എയർ ഈസ് നോൺ ആസ് ദി വിൻഡ്. മൂവ് ചെയ്യുന്ന എയർ അല്ലെങ്കിൽ വീശുന്ന ആ എയറിനെ പറയുന്ന പേരാണ് വിൻഡ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബ്ലോയിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. ബ്ലോയിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. മറന്നു പോകരുത്. ബ്ലോയിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. ബ്ലോയിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. പിന്നെ മെയിൻ പോയിൻറ്റ്സ്: ഗ്യാസസ് ഹാവ് നോ ഫിക്സഡ് ഷേപ്പ്, ഗ്യാസസ് ഹാവ് നോ ഫിക്സഡ് സൈസ് ആൻഡ് നോ ഫിക്സഡ് ഷേപ്പ്. ദേ ക്യാൻ ഫ്ലോ ഇൻ ഓൾ ദി ഡയറക്ഷൻസ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഡയറക്ഷൻസിലും മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ എയറിലുള്ള ആരെയാണ് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുന്നത്? ഓക്സിജനെയാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്യാസാണ്. അതൊന്നും ഓർമ്മിച്ചോണേ. ഓക്സിജൻ. നെക്സ്റ്റ്, ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിൻ്റെ ഡിഫറൻസസ് നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹാസ് ഫിക്സഡ് ഷേപ്പ് ആർക്കാണ്? സോളിഡിനാണ്. ലിക്വിഡിന് ഹാസ് നോ ഫിക്സഡ് ഷേപ്പ് ഒന്നുമില്ല. ഗ്യാസിന് ഹാസ് നോ ഫിക്സഡ് ഷേപ്പ് ഓർ സൈസ്. നെക്സ്റ്റ്, സോളിഡിന് ഡസ് നോട്ട് ഫ്ലോ. സോളിഡ് ഫ്ലോ ചെയ്യോ? ഇല്ല. ലിക്വിഡ് ഫ്ലോസ് ഈസിലി. ഗ്യാസ് ഫ്ലോസ് ഈസിലി ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷൻസിനും. ലിക്വിഡ് മൂവ് ചെയ്യണതിനേക്കാളും നന്നായിട്ട് ആര് മൂവ് ചെയ്യും? ഗ്യാസ് മൂവ് ചെയ്യും. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് ബാക്കി പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്താലേ, കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു.